ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ യൂണിക്കോൺ വണ്ടിയുടെ നല്ല രീതിയിൽ എഞ്ചിൻ വർക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ചെയിൻ സ്പോക്കറ്റ്, ഫ്രണ്ട് ഫോർക്ക് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മാറാൻ അങ്ങനെ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. ചെയിൻ സ്പോക്കറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്. മാറ്റി പുതിയ ചെയിൻ സ്പോക്കറ്റ് ഇട്ടാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കോൺസെപ്റ്റ് അതായത് ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ വരുന്ന ബെയറിങ് നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറ്റണം. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റാനുണ്ട്. നമുക്കതിൻ്റെ പൈപ്പിൻ്റെ ഭാഗം നോക്കുമ്പോൾ തേമാനമുണ്ട്, പക്ഷേ മാറ്റി കളയേണ്ടതായിട്ടുള്ള അത്രയും പ്രശ്നങ്ങൾ കാണുന്നില്ല കേട്ടോ. ഇതാണ് കോൺസെപ്റ്റും അതിൻ്റെ ബെയറിങ് ബോൾ സെറ്റായപ്പടി നമുക്ക് മാറ്റാം. ഫോർക്ക് പൈപ്പ് ഇത് തന്നെ ചെറിയ തേമാനം ഉണ്ട്, ഈ ഭാഗത്തൊക്കെ ചെറിയ ലൈൻ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം ഓയിൽ സീൽ പുതിയത് കിടക്കുമ്പോൾ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. കുറേ കഴിഞ്ഞ് ലീക്ക് വരും, അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരെണ്ണത്തിന് തന്നെ 1000 സംതിങ് വന്നുണ്ട്, 1500 അങ്ങനെ അങ്ങോട്ട് വരും ഒരു സ്റ്റീൽ പൈപ്പിന്. അപ്പോൾ വെറുതെ ഇത് വേണ്ടല്ലോ, അപ്പോൾ മാക്സിമം ഉപയോഗിക്കാം. കുറേ ഓടി കഴിഞ്ഞാകുമ്പോഴത്തേക്കും നമുക്ക് ലീക്ക് കാണിച്ചാലും പിന്നെ അപ്പം അഴിച്ച് മാറ്റിയാലും അത്രയും നമുക്ക് ഡ്യൂറേഷൻ കിട്ടുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീല്, ഡസ്റ്റ് സീല് എല്ലാം മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കോൺസെപ്റ്റ് മാറ്റുന്നുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കണ്ടീഷനിൽ തന്നെ കൊണ്ടുപോയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമായി നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അഴുക്കുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് കവറൊക്കെ സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ വാട്ടർ സർവീസും കൂടി കൂട്ടത്തിൽ കൂടെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് നീറ്റായിട്ട് പൊക്കോളും. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പൊക്കെ ഉണ്ട്, അപ്പോൾ ആ പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗം അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പരമാവധി നാളെ വൈകിട്ടത്തേക്ക് എടുക്കാൻ പറ്റും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ.